മൂത്രമൊഴിക്കൽ വളരെ കുറവാണ്. വെള്ളം കുടിക്കുന്നതും വളരെ കുറവാണ്. അത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ഭയങ്കര തിരക്കിലാ. വെള്ളം കുടിക്കാൻ മറന്നു പോവാ ചെയ്യുന്നത്. വെള്ളം ശരീരത്തിൽ കിട്ടാതായി കഴിഞ്ഞാൽ ശരീരം അതിന്റെ പ്രത്യേക ലക്ഷണങ്ങൾ കാണിക്കും. വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞിട്ട്. തലവേദന ഇടക്കിടക്ക് ഒന്നരാടം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ തലവേദന വരും. വെള്ളം കൂടി കുറഞ്ഞിട്ടാണ് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. വയറ്റിന്ന് പോകുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക. 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ട് വയറ്റിന്ന് പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇടക്കിടക്ക് മസിൽ ക്രാംപ്സ് ഉണ്ടാവും. കോണി കയറുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് എണീറ്റ് നടക്കുമ്പോഴൊക്കെ പെട്ടെന്ന് മസിൽ വലിക്കുക. സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും. ലിപ്പൊക്കെ ഉണങ്ങിയിട്ട് ഇങ്ങനെ നമുക്ക് ചുണ്ടിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഒരു ഉണക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരെ സ്കിന്ന് ഭയങ്കര ഉണങ്ങിയിട്ടാണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം, എപ്പോഴും ക്ഷീണം പറയും. ഭയങ്കര ക്ഷീണം പറയുന്ന ആളുകൾ. പിന്നെ മൂത്രത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞ് ഉള്ളതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ മൂത്രത്തിൻ്റെ അളവ് വളരെ കുറവായിട്ട് തോന്നുക. കുടിക്കുന്ന വെള്ളത്തിനനുസരിച്ചുള്ള മൂത്രം പോലും ചിലപ്പം ഉണ്ടാവില്ല. കാരണം വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറവാണെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം പോലും കിട്ടാത്തൊരു കണ്ടീഷൻ വരും. ഒരു മനുഷ്യന് 25 കിലോക്ക് 1 ലിറ്റർ വെള്ളം മിനിമം കുടിക്കുന്ന പറയാം. ഒരു ആവറേജ് വെയിറ്റ് ഉള്ള ഒരാൾക്ക്. ചുരുക്കി പറഞ്ഞാൽ ഒരു 60 കിലോ ഉള്ള ഒരാൾക്ക് ഒരു 2-2.25 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം ഒരു ദിവസം കുടിക്കണം എന്നുള്ളതാണ്. കുറച്ചും കൂടി ഒബീസായിട്ട് 100 കെ ജി ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരു 30 കിലോക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറയാം. തണുപ്പ് കാലത്ത് ചിലപ്പോൾ നമുക്ക് അത്രത്തോളം വെള്ളം കുടിക്കാൻ ഓർമ്മ ഉണ്ടാവില്ല. എങ്കിലും ചൂട് കാലത്ത് നമ്മൾ അറിയാതെ വെള്ളം എടുത്ത് കുടിക്കുകയും ചെയ്യും. എസിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പിന്നെ വെള്ളം കുടിക്കാൻ പെട്ടെന്ന് മറന്നു പോകും. പ്രത്യേകം ഒരു ഒരു ടാർഗറ്റ് വെച്ചിട്ട് 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ട് അത് ഒരു 2 വട്ടെങ്കിലും ഓഫീസിൽ നിന്ന് കുടിച്ച് തീർക്കുക എന്നുള്ള ലക്ഷ്യം അത് നിർബന്ധമാണ്.